ഖബർ കണ്ടാൽ തന്നെ കരഞ്ഞോണം. ഇനി മുതൽ ഖബർ കണ്ടാ കരയണം. എവിടെ കരയാൻ? പള്ളിപ്പറമ്പിൽ പോയി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോമഡി പറയുന്നവരാ നമ്മൾ. ഫോൺ വിളിക്കണം എവിടെ നിന്നാ? ചില ചെറുപ്പക്കാര് ഫോൺ വിളിക്കുമ്പോ പാപ്പാടെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയിൽ നിന്നാ ഇല പറിച്ച് കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബർ സംസാരിക്കും മനുഷ്യ. ഞാനും നിങ്ങളും സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിൽ പോകുന്നവനോട് ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബർ ഓരോ മനുഷ്യനോടും സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊരു ജനാസ ഖബറടക്കാ പള്ളിപ്പറമ്പിൽ പോവുകയാ. ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അതാ എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക്. അനുയായികൾ ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? മയ്യത്തിനോടുള്ള കടമകളും കടപ്പാടുകളും കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് അതാ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് ഖബർ കുഴിച്ച് ഖബറടക്കിയല്ലോ. ഇത് എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ, എന്നെ നിങ്ങളെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിലൂടെ നടന്ന് ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. പടച്ച റബ്ബേ, ഖബറിന്റെ ചാരത്ത് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒരുപാട് നേരമായിട്ടും മിണ്ടുന്നില്ല, ഇരുന്ന് കരയുകയാണ്. ആ സമയത്താണ് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തേ എന്നോട് നിനക്കൊന്നും ചോദിക്കാറില്ലേ? ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ, എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ടേ? എന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുന്നു, ഖബറേ, നിന്റെ ഉള്ളിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, മസഖത്തുൽ അക്ഫാർ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. അവന്റെ കഫൻ തുണികൾ വലിച്ചു കീറുകയാണ്. പടച്ചവരെ, ഖബറവിടന്ന് ഞെരുക്കുകയാണ്. അവന്റെ കണ്ണുകൾ പിഴുതെടുക്കുകയാണ്. അവന്റെ പച്ചയിറച്ചികൾ അവന്റെ ശരീരം തിന്നുകുഴിപ്പിച്ചത് മുഴുവനും പുഴുക്കൾ തിന്നുകയാ. അവിടെ നിന്ന് ഖബറിങ്ങനെ പറന്നു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴിയവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, നിനക്ക് ഖബർ കുഴിക്കുമല്ലോ, നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മരിക്കുന്നതിന് മുമ്പ് ചില നന്മ ചെയ്യണേ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ നീ പോയാ, പള്ളിപ്പറമ്പിലേക്ക് വെറുതെ പോയാ, അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എന്തായാലും ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ.